ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എനർജി ഫ്ലക്ച്വേഷൻസ് ഇൻ കനോണിക്കൽ എൻസെമ്പിൾ. അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന 3 എൻസെമ്പിൾസാണ്. ഒന്ന് മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ, രണ്ടാമത്തത് കനോണിക്കൽ എൻസെമ്പിൾ, മൂന്നാമത്തത് ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ. ഓക്കെ, അപ്പോൾ മൈക്രോ കനോണിക്കലിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? സിസ്റ്റത്തിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയവും എനർജിയും ഫിക്സഡ് ആയിരിക്കും. ഒരു കണ്ടീഷനാണ് അതിലെടുക്കുക. കനോണിക്കലിന് നമ്പർ ഓഫ് പാർട്ടിക്കും വോളിയവും ടെമ്പറേച്ചറും ഫിക്സഡ് ആയിരിക്കും, അങ്ങനെ എടുക്കുക. അപ്പോൾ മൈക്രോ കനോണിക്കലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരിപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഒരു പർട്ടിക്കുലർ തെർമോഡൈനാമിക്കൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്യാസ്, ഒരു ഐഡിയൽ ഗ്യാസ്, ഒരു പാത്രത്തിൽ നമ്മൾ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, തിയറിറ്റിക്കലി നമുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് പ്രാക്ടിക്കലി നമുക്ക് പോസിബിളായിട്ടുള്ള സംഭവമാണ് കനോണിക്കൽ എൻസെമ്പിൾ. അപ്പോൾ ഈ കനോണിക്കൽ എൻസെമ്പിളിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവിടെ എനർജി എന്താ വെച്ചാൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു ലിമിറ്റില്ല, 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ വേരിയേഷൻ എത്ര, 0 മുതൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് അതിനൊരു ക്ലാരിറ്റി ഇല്ലല്ലോ. അപ്പോൾ എത്ര അളവ് എനർജി വേരിയേഷൻ സംഭവിക്കാം, ഹൗ എക്സ്റ്റെൻഡ് ദ എനർജി ഈസ് വേരിയിങ് ഇൻ കനോണിക്കൽ എൻസെമ്പിൾ. ഇതിൻ്റെ വേറൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് അപ്രോച്ചാണ്. മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കോൺസ്റ്റൻറ്റ്, വോളിയം കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, എനർജി കോൺസ്റ്റൻറ്റ്. കനോണിക്കലിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റൻറ്റ്, വോളിയം കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. പക്ഷെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 2 രീതിയിൽ ചെയ്താലും തെർമോഡൈനാമിക്സ് രണ്ടും സെയിമാണ്. അതതിൻ്റെ രസം. നമ്മൾ കനോണിക്കൽ എൻസെമ്പിൾ ചെയ്ത് കഴിഞ്ഞാലും മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ചെയ്ത് കഴിഞ്ഞാലും 2 രീതിയിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കാരണങ്ങളാണ് നമ്മൾ തേടി പോണത്. ഒന്നാമത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്ര എക്സ്റ്റെൻഡ് എനർജി വേരിയേഷൻ ഉണ്ടാവാം, അതിൽ നമുക്ക് ആൻസർ പറഞ്ഞിടും. എന്തുകൊണ്ടാണ് കനോണിക്കൽ എൻസെമ്പിളും മൈക്രോ കനോണിക്കൽ എൻസെമ്പിളും ഒരേ തെർമോഡൈനാമിക് റിസൾട്ട് തരുന്നതെന്ന് കൂടെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക, അത് നിങ്ങൾ നോട്ടാക്കി എഴുതിയെടുക്കുക, എന്നാലേക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇൻ ദ കേസ് ഓഫ് ഇൻ ദ കേസ് ഓഫ് മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ, in the case of microcanonical ensemble എഴുതിയോ? മൈക്രോസ്റ്റേറ്റ് ഡിഫൈൻഡ് ബൈ ഫിക്സഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം ആൻഡ് എനർജി. ഇത് എഴുതി കഴിഞ്ഞു വിചാരിക്കുന്നത് അല്ല, അങ്ങനെ കൺഫ്യൂഷനാണ്. But in the case of canonical ensemble, microstate is defined by fixed number of particles, volume and temperature. In the case of canonical ensemble, energy vary from 0 to infinity. Using this different approach, we get same thermodynamic result. Here we are going to find the extent in which the energy in the case of canonical ensemble varying. Here we are going to find the extent in which the energy in the case of canonical ensemble varying. Okay. The fluctuations in the
ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഫംഗ്ഷൻ എഫ് ഈസ് ഗിവൺ ബൈ നമ്മളൊരു ഫംഗ്ഷനിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻസ് ആദ്യം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ എനർജിയിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻ, ഇപ്പോൾ എനർജി ഇ പ്ലസ് ഡെൽറ്റ ഇ മൈനസ് ഡെൽറ്റ മുതൽ ഇപ്പോൾ എനർജി ഇ എന്ന് പറയുന്ന എനർജി അതിലൊരു 5 ജൂൾ കുറവും വരുന്നു, 5 ജൂൾ കൂടുതലും വരാം. ഇപ്പോൾ എനർജി ഈ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ 5 അല്ലെ ഈ പ്ലസ് ഓർ മൈനസ് 5 ജൂൾ എഴുതാം. അതേപോലെ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ആദ്യം എഴുതുക നിങ്ങൾ ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഫംഗ്ഷൻ എഫ് ഈസ് ഗിവൺ ബൈ എഴുതിയോ? ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഫംഗ്ഷൻ എഫ് ഈസ് ഗിവൺ ബൈ എൻ്റെ കൂടെ തന്നെ എഴുതി പോട്. ഇത് എസ് കൂടിയാണ്, അപ്പോൾ ഡെറിവേഷനാണിത്. അപ്പോൾ ഡെൽറ്റ എഫ് ഈസ് ഈക്വൽ ടു എഫ് മൈനസ് ആവറേജ് ഓഫ് എഫ്. ഇത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഒന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ആൻസർ 4 കിട്ടി, അടുത്ത 4.1 കിട്ടി, അടുത്ത 0.05 കിട്ടി, 4.2 കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒക്കെ മീൻ എടുക്കും, അതാണ് ഇത് മീൻ വാല്യൂ. അപ്പോൾ ഇത് 4 മൈനസ് ഇതിൻ്റെ മീൻ വാല്യൂ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഫ്ലക്ച്വേഷൻ സ്കോർ ഓഫ് ഫ്ലക്ച്വേഷൻ എഴുതാം. ഡെൽറ്റ എഫ് സ്കോർ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ സ്കോർ എടുക്കുക, അത് എ മൈനസ് ബി ഹോൾ സ്കോർ രൂപത്തിൽ എടുക്കുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ എഫ് സ്ക്വയർ പ്ലസ് ആവറേജ് ഓഫ് എഫ് ഹോൾ സ്ക്വയർ മൈനസ് 2f ഇൻറ്റു ഡെൽറ്റ എഫ്. അപ്പോൾ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഈസ് എന്താ പറയുക? ഡെൽറ്റ എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ എഫ് സ്ക്വയറിൻ്റെ ആവറേജ് പ്ലസ് ആവറേജിൻ്റെ എഫ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആവറേജ് ഓഫ് എഫിൻ്റെ ആവറേജ്. അപ്പോൾ ഇത് ചെയ്ത് നമുക്കറിയാം ആവറേജ് ഓഫ് എഫിൻ്റെ ആവറേജ് ഓഫ് എഫ് ഹോൾ സ്ക്വയർ. അപ്പോൾ ആവറേജ് ഓഫ് എഫ് ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആവറേജ് ഓഫ് എഫ് ഹോൾ സ്ക്വയർ മൈനസ് ആവറേജ് ഓഫ് എഫ് ഹോൾ സ്ക്വയർ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എഫ് സ്ക്വയർ ആവറേജ് മൈനസ് ആവറേജ് ഓഫ് എഫ് ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ഫ്ലക്ച്വേഷൻ ഈസ് ഗിവൺ ബൈ ഒന്നുമില്ല, ഈ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എടുത്തില്ലേ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ഫ്ലക്ച്വേഷൻ ഈസ് ഗിവൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എഫ് സ്ക്വയർ ആവറേജ് മൈനസ് ആവറേജ് ഓഫ് ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇതെന്താണ്? റൂട്ട് മീൻ സ്ക്വയർ ഓഫ് ഫ്ലക്ച്വേഷനാണിത്, റൂട്ട് മീൻ സ്ക്വയർ ഓഫ് ഫ്ലക്ച്വേഷൻ. ഇനി നമ്മളെ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു കനോണിക്കൽ എൻസെമ്പിളിൻ്റെ എനർജി 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് കനോണിക്കൽ എൻസെമ്പിളിൻ്റെ എനർജി ഏത് എക്സ്റ്റെൻറ്റ് വരെ അത് മാറുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് ആവറേജ് വാല്യൂ ഓഫ് എനർജി ഇൻ കനോണിക്കൽ എൻസെമ്പിൾ ഈസ് ഗിവൺ ബൈ എഴുതാം. ആവറേജ് വാല്യൂ ഓഫ് എനർജി ഇൻ കനോണിക്കൽ എൻസെമ്പിൾ ഈസ് ഗിവൺ ബൈ u is equal to average u is equal to average of ER is equal to summation of ER into e raised to minus beta ER divided by summation of e raised to minus beta ER. Summation of ER into e raised to minus beta ER divided by summation of e raised to minus beta ER. ഇതാണ് ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ. ഒന്നുമില്ല, ഒരു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ ഓഫ് എക്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ. അപ്പോൾ ഇതിന് നമ്മളൊന്നുമില്ല, ഇതിനെ നമ്മൾ ഇതിൻ്റെ ബീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ബീറ്റ ഓഫ് ആവറേജ് യു ഈക്വൽ ടു ഡോ ബൈ ഡോ ബീറ്റ ഓഫ് സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ആർ ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ. അപ്പോൾ ഫസ്റ്റ് എന്തെടുത്തു? ഈ ഇതിൽ 1 ബൈ സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ആർ എന്നുള്ള സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തു 1 ബൈ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇൻറ്റു ഇ ആർ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു. അങ്ങനെ വരുമ്പോൾ എന്താ വരിക? യു വി മെത്തേഡ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ സമ്മേഷൻ ഓഫ് 1 ബൈ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഇൻറ്റു ഡോ ബൈ ഡോ ബീറ്റ ഓഫ് സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ പ്ലസ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഇൻറ്റു ഡോ ബൈ ഡോ ബീറ്റ ഓഫ് 1 ബൈ സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ. ഒന്നുമില്ല, നമ്മൾ യു വി മെത്തേഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇതിൻ്റെ ബാക്കി ശ്രദ്ധിക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ 1 ബൈ സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ അങ്ങനെ തന്നെ ചെയ്തു. ഇനി ഇവിടെ ഒരു സമ്മേഷൻ ഉണ്ടേ, സമ്മേഷൻ ഉള്ളിലാത്തതല്ല, ഇവിടെ ഉള്ള സമ്മേഷൻ. അപ്പോൾ സമ്മേഷൻ ഓഫ്
ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഇൻറ്റു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത വരിക എന്താ എക്സ്പെണൻഷ്യൽ ഓഫ് എക്സ് ടി അങ്ങനെ എന്താ വരിക ടി ഇൻറ്റു ഇ റേസ് ടു എക്സ് ടി അല്ലേ വരിക ഡിഫറൻഷ്യേഷൻ സെയിം അല്ലേ അപ്പോൾ ഇ ആർ ഇൻറ്റു ഇ റേസ് ടു ബീറ്റ ഇ ആർ ഇതോ അടുത്തത് സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഇൻറ്റു ഇനി ഇതിൻ്റെ ഡിഫറൻഷ്യേഷനാണ് ചെയ്യേണ്ടത് 1/ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ 1/എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ -1/x സ്ക്വയർ അല്ലേ അപ്പോൾ -1 സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു മൈനസ് ഇൻറ്റു ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ അല്ലേ സോറി ഈ ഒറ്റ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ എഴുതാം 1/ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഇൻറ്റു അത് നേരത്തെ ഡിഫറൻഷ്യേഷനും കൂടെ ചെയ്താൽ സമ്മേഷൻ ഓഫ് ഇ ആർ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ പ്ലസ് സമ്മേഷൻ ഓഫ് ഇ റേസ് ടു ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഇൻറ്റു -1/, ഞാൻ പറഞ്ഞില്ലേ 1/എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ -1 ഡിഫറൻഷ്യേഷൻ -1/x സ്ക്വയർ അല്ലേ -1 സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഹോൾ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ അതും കൂടെ വരും ഇ ആർ ഇൻറ്റു സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഓക്കെ നോക്കിയാൽ ഇവിടെ ഇതിങ്ങനെ തന്നെ എഴുതി ഇവിടെ മൈനസ് ഇ ആർ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ആർ ഡിവൈഡ് ബൈ ഇ റേസ് ടു മൈനസ് ബീറ്റ ആർ പ്ലസ് നോക്കിയാൽ സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ആർ ഇൻറ്റു സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഓക്കെ അത് രണ്ടും കൂടെ ഗുണിച്ചാൽ സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ആർ ഹോൾ സ്ക്വയർ ഇവിടെ ഉണ്ടല്ലോ ഇ റേസ് ടു മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ രണ്ടും കൂടെ ഒറ്റതിലാക്കി സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഹോൾ സ്ക്വയർ ഇവിടുത്തെ ഡിഫറൻഷ്യേഷൻ ഇത് മനസ്സിലാക്കിയല്ലോ അതായത് ഇതിൻ്റെ നമ്മൾ ഇത് ആദ്യത്തെ ടേമല്ലേ ഈ ടേമല്ലേ ഇതാണ് ഇത് ആദ്യത്തെ ടേം ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ആർ ഇൻറ്റു ഇതാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് അത് -1/x സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതും -1/ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഹോൾ സ്ക്വയർ അല്ലേ ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഡിഫറൻഷ്യേഷൻ ഉണ്ട് അതിൻ്റെ ഡിഫറൻഷ്യേഷൻ എന്താ സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇതാ മൈനസ് ബീറ്റ ഇ ആറിൻ്റെ ഡിഫറൻഷ്യേഷൻ ബീറ്റയുടെ ഡിഫറൻഷ്യേഷൻ ഇ ആറിലാണ് കിട്ടുക ഇ ആർ ഇൻറ്റു സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇത് രണ്ടും കൂടെ സമ്മേഷൻ കൂടെ ഗുണിക്കുമ്പം സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ആർ സ്ക്വയർ വരും ഇത് ഇങ്ങനെ തന്നെ സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ഇത് ഹോൾ സ്ക്വയർ ആവും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് ഓഫ് ഇ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സമ്മേഷൻ ഓഫ് ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ അല്ലേ അപ്പം സമ്മേഷൻ ഓഫ് ഇ ആർ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്ന് പറഞ്ഞാൽ എന്താ ആവറേജ് ഓഫ് ഇ ആർ സ്ക്വയർ അല്ലേ യെസ് ഈ സാധനം എന്താ ആവറേജ് ഓഫ് ഇ ആർ സ്ക്വയർ ഇതെന്താ ഇ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ആർ ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ഇ ആർ അല്ലേ ഹോൾ സ്ക്വയർ ആവറേജ് ഓഫ് ഇ ആർ ഹോൾ സ്ക്വയർ അപ്പോൾ മൈനസ് ഇ ആർ സ്ക്വയറിൻ്റെ ആവറേജ് പ്ലസ് ആവറേജ് ഓഫ് ഇ ആർ സ്ക്വയർ അതുകൊണ്ട് നമ്മൾ മൈനസ് ആക്കി തിരിച്ചിട്ട് കൊടുത്താൽ മൈനസ് ഓഫ് ഇ ആർ സ്ക്വയർ മൈനസ് ഓഫ് ഇ ആർ സ്ക്വയർ ആവറേജ് മൈനസ് ഇ ആർ സ്ക്വയർ നമ്മൾ നേരത്തെ ഒരു സാധനം ഉണ്ടാക്കിയില്ലേ ഇതാ ഫ്ലക്ച്വേഷൻ ഇൻ എഫ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് പോട്ടെ എഫ് സ്ക്വയറിൻ്റെ ആവറേജ് മൈനസ് ആവറേജ് എഫ് സ്ക്വയറിന് ഇതില്ലേ ഓക്കെ എഫ് സ്ക്വയറിൻ്റെ ആവറേജ് മൈനസ് എഫ് ഓഫ് ആവറേജിൻ്റെ സ്ക്വയർ അപ്പോൾ ഇവിടെ ഇതാ അതേപോലെ തന്നെ എഫ് സ്ക്വയറിൻ്റെ ആവറേജ് മൈനസ് എഫിൻ്റെ ആവറേജിൻ്റെ സ്ക്വയർ അതാണെന്ത് ഫ്ലക്ച്വേഷൻ ഫംഗ്ഷൻ ദറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ആർ ഇപ്പോൾ ഡെൽറ്റ ഇ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ ടി ഇ ആർ സ്ക്വയർ ആട്ടോ അപ്പോൾ ഡെൽറ്റ ഇ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ ബീറ്റ ഇതല്ലേ നമ്മൾ ഉണ്ടായിക്കൊണ്ടോന്നേ യെസ് അപ്പോൾ അതിനെ ഞാനിങ്ങനെ എഴുതി കഴിയാനായി വളരെ സിമ്പിളായിട്ടുള്ള രഹസ്യം അത് മൈനസ് ഡോ യു ബൈ ഡോ ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ ബീറ്റ എന്ന് എഴുതി ഒന്നുമില്ല ഡോ ടിയും വെട്ടി എഴുതി തന്നെ വന്നില്ലേ അപ്പോൾ മൈനസ് ഡോ യു ബൈ ഡോ ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഈ ഡോ ബൈ ഡോ ബീറ്റ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡോ ബൈ
ഡോ ബീറ്റ ഓഫ് ടി ആണ്. അപ്പോൾ താഴത്ത് നിങ്ങൾ എഴുതിക്കുക ബീറ്റ സമം 1/KT. അപ്പോൾ ടി എന്താ വരിക 1/K ബീറ്റ. അത് ശരിയല്ലേ? അപ്പം ടിക്ക് വരാൻ എന്ത് കൊടുത്തു 1/K ബീറ്റ. അപ്പോൾ ഡോ ബീറ്റ ഓഫ് 1/K ബീറ്റ. ഇനി കെ ആർത്തരം എന്നോട്ടെ 1/β ഡിഫറൻഷിയേഷൻ എന്താ വരിക -1/β² അല്ലേ? ബീറ്റ എന്ന് പറഞ്ഞാൽ 1/KT. അപ്പം ഇത് ശരിക്കും കിട്ടുന്ന -1/K ഇൻറ്റു -1/β² അല്ലേ? β² എന്ന് പറഞ്ഞാൽ 1/K² T². അപ്പോൾ K² T² മേലെ വരൂല്ലേ? എനിക്ക് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ K² T² മേലെ വരും. ഇവിടെ മൈനസ് ഉണ്ട്. 1/K ഇൻറ്റു -K² T². ദാറ്റ് ഈസ് ഇക്വൽ ടു -KT². അപ്പം ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡോ യു ബൈ ഡോ ടി അങ്ങനെ തന്നെയല്ലേ? -ഡോ യു ബൈ ഡോ ടി ഇൻറ്റു KT². മൈനസ് പ്ലസ് ആയി KT² ഇൻറ്റു ഡോ യു ബൈ ഡോ ടി. ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ CV ആണ്. അപ്പോൾ KT² ഇൻറ്റു CV. അപ്പോൾ KT² ഇൻറ്റു CV എന്ന് പറഞ്ഞാൽ 3/2 NK ആണ്. 3/2 NK. അപ്പം ഡെൽറ്റ E² ആവറേജ് ഈസ് ഇക്വൽ ടു 3/2 NK² T² എന്ന് കിട്ടി. ഇനി റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എനർജി ഈസ് ഗിവൺ ബൈ റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നമ്മൾ നേരത്തെ ഡെൽറ്റ ഇത് കണ്ടില്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എഫിനാണ് നമ്മളത് പറയുക. അപ്പോൾ റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എനർജി ഈസ് ഗിവൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ E² ഡിവൈഡ് ബൈ ഡെൽറ്റ ഇ. അപ്പോൾ ഡെൽറ്റ E² നമുക്ക് കിട്ടി സ്ക്വയർ റൂട്ട് ഓഫ് 3/2 NK² T² ബൈ യു. യു എന്ന് പറഞ്ഞാൽ 3/2 NK കിട്ടിയാണ്. അപ്പോൾ ഇതിന് വരെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു എന്ന് പറഞ്ഞാൽ 3/2 NKT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 3/2 പോയി റൂട്ട് 3/2 ഇവിടെ ഉണ്ടാകുക. KT² പുറത്ത് വന്നാൽ KT അല്ലേ വരും. അതെല്ലാം കട്ട് ചെയ്ത് റൂട്ട് 3/2 അവിടെ നമുക്ക് പ്രശ്നമല്ല. ദാറ്റ് ഈസ് ഇക്വൽ ടു ആൻസർ 1/√10 എന്ന് കിട്ടും. കറക്റ്റ്? ശ്രദ്ധിച്ചാൽ ഇനി ദെർഫോർ റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√10. എന്ന് പറഞ്ഞാൽ ഏതാണ് 10⁻23 ഓർഡറിൽ വരും. അപ്പോൾ അതെന്താ അതിൻ്റെ അർത്ഥം എന്താ? 1/10⁻23 വളരെ മൈന്യൂട്ടല്ലേ? അപ്പോൾ എനർജിയിലുള്ള ഫ്ലക്ച്വേഷൻ വളരെ 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 കുറവാണ് എന്നുള്ളതാണ്. വളരെ മൈന്യൂട്ടാണ്. റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എനർജി ഇൻ കനോണിക്കൽ എൻസംബിൾ ഈസ് നെഗ്ലിജിബിൾ. നമ്മൾ കിട്ടി, ആൻസറിലേക്ക് എത്തി. റിലേറ്റീവ് വാല്യൂ ഓഫ് എനർജി ഇൻ കനോണിക്കൽ എൻസംബിൾ ഈസ് നെഗ്ലിജിബിൾ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എനർജി ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ആവറേജ് എനർജി. അപ്പോൾ ഇതിൻ്റെ ഈ എനർജി എന്ന് ഏതാണ്ട് ആവറേജ് എനർജിക്ക് ഈക്വലായിരിക്കും. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എനർജി ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ആവറേജ് എനർജി. ഇതൊക്കെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദെർഫോർ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മളിവിടെ കണ്ടെടുത്ത എന്താ? എനർജി റിലേഷനുള്ള ഫ്ലക്ച്വേഷൻ വളരെ കുറവാണ്. അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ആവറേജ് എനർജിയോട് അടുത്തിരിക്കും. അപ്പോൾ അത് തന്നെയാണ് മൈക്രോ കനോണിക്കൽ എൻസംബിളും പറഞ്ഞത്. ദെർഫോർ കനോണിക്കൽ എൻസംബിൾ ആൻഡ് മൈക്രോ കനോണിക്കൽ എൻസംബിൾ ഗിവ്സ് ദ സെയിം തെർമോഡൈനാമിക് റിസൾട്ട്. അതിൻ്റെ കൂടെ ചെറിയൊരു ഭാഗം എന്നോട് വിട്ടുപോയി. ഈ ഒരു സെൻറ്റൻസുകൾ തുടക്കത്തിൽ ഇതിൻ്റെ മേലെയോ സൈഡിൽ എങ്ങനെ എഴുതി ചേർക്കും. വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് അറ്റ് വിച്ച് എക്സ്റ്റെൻറ്റ് ദ എനർജി ഈസ് വേരിയിങ് ഇൻ കനോണിക്കൽ എൻസംബിൾ. വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് അറ്റ് വിച്ച് എക്സ്റ്റെൻറ്റ് ദ എനർജി ഈസ് വേരിയിങ് കനോണിക്കൽ എൻസംബിൾ. From this we get the reason why canonical ensemble approach and microcanonical ensemble gives the same thermodynamic result. ഇതൊരു essay ആണ് കേട്ടോ. ഓക്കെ.